ഒരു കടുകറച്ചി അപ്പോൾ ഇന്ന് നമ്മളുടെ അടുത്ത പറശ്ശിനി അമ്പലത്തിലേക്കല്ല, പറശ്ശിനിക്കടവ് തന്നെ ഉള്ളൊരു കള്ളി ഷാപ്പുണ്ട്. അടിപൊളി ഫുഡും കാര്യങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് അല്ലെങ്കിൽ കണ്ണൂരിനെ കുറിച്ച് അറിയുന്നവർക്ക് ഈ ഷാപ്പും കാര്യങ്ങളും പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് സഞ്ജു തങ്കു എന്ന് വെച്ചാൽ അനുജിത്ത് കേട്ടാ. തങ്കു ഇതുവരെ നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടില്ലല്ലോ. തങ്കു പക്ഷെ പരിചയപ്പെടുത്തിയിട്ടാവും. ഇതാണ് അനുജിത്ത്, തങ്കു, ഡിജിറ്റൽ തങ്കപ്പൻ എന്ന് പറയപ്പെടും, ജിഷ്ണു. അപ്പോൾ പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു പോകട്ടെ. ഞാൻ വർത്താനം പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിരിക്കും, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു കള്ളിഷാപ്പിലേക്കാണ്, പറശ്ശിനിക്കടവിലെ കള്ളിഷാപ്പിലേക്ക്. അവിടെ രാവിലെ എത്തിയാൽ ഫുഡ് കിട്ടും. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 8 മണി 7 മണിക്കല്ല, ഒരു 11 മണി വൈകുന്നേരം 12 മണിക്കുള്ളിൽ എത്തിയാലേ നമുക്ക് നല്ല ഫുഡ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കഴിയും. അപ്പോൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളിഷാപ്പിൻ്റെ അടിക്കല്ല അറിയാണ്ടെങ്ങാനും നമ്മൾ നിന്ന് പോയാലേ കള്ളുപിടിക്കാൻ വേണ്ടി പോയെന്ന് വെച്ചാൽ നാണക്കേടാ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് കള്ളുപിടിക്കാനല്ല, അടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. നമ്മളിപ്പം കുറച്ച് 5-6 ആൾക്കാരേ ഉള്ളൂ നാട്ടിൽ. അപ്പോൾ വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇനി പോകുന്ന വ്ളോഗ് വളരെ കുറവായിരിക്കും, വളരെ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉള്ള ദിവസം മാക്സിമം എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി, എൻ്റെ മില്ലിലെ കുറച്ച് മുളക് പൊടിയുടെ വെജിക്കോൽ കൊടുക്കാനുണ്ട്, അതും കൂടി കൊടുത്തിട്ട് നേരെ പറശ്ശിനിക്കടവ് ഷാപ്പിലേക്ക് വിടാം. അതങ്ങനെ ട്രാങ് തന്നെ എടുത്തോ, അങ്ങനെ എടുത്തിട്ട് അവിടെ കൊടുത്ത് അതിന് ട്രാങ് മേടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ ഈ ഇരിക്കൂർ, മട്ടന്നൂർ, ചാലോട്, പിന്നെ ഇങ്ങനെ ഈ ഏരിയ മലപ്പട്ടം, എല്ലാ ഏരിയയിലും നമ്മളെ പൊടി, നമ്മളെ തനിമ മില്ലിൻ്റെ മുളക് പൊടി, തനിമ ഫ്ലോർ മിൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള മുളക് പൊടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഷോപ്പുകളിലേക്ക്. പിന്നെ നമ്മളെ വീടുകളിലേക്കും എത്തിക്കാനുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഹോൾസെയിൽ വിലക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ വെജിക്കോലെല്ലാം നമ്മൾ തന്നെയാണ് സാധനം വെക്കൽ. അപ്പോൾ ആരെങ്കിലും മേടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ, നമ്മളെ സാധനം മേടിക്കുന്നവരുണ്ടെങ്കിൽ. ഇവനെ ഗിവവേ കൊടുക്കുന്നുണ്ട് ജിഷ്ണു, ഒരു അടിമേനെ നമ്മുടെ വീട്ടിലെ എല്ലാ പണിയെടുക്കുക ഒരു ജിഷ്ണു. നമ്മൾ മയ്യിന്ന് വരുന്നവർക്ക് ഇതാ ഇങ്ങനെ വന്നിട്ടാകുമ്പോൾ പറശ്ശിനി അമ്പലം അങ്ങ് നേരെയാണ് കേട്ടോ, അങ്ങോട്ടാണ്. അപ്പോൾ കരിയപ്പുഴയിൽ നിന്നും ഇങ്ങനെ വരാം. അതാ ഇവിടെ ബോർഡുണ്ട്, പറശ്ശിനിക്കടവ് എന്നുള്ള ബോർഡിൻ്റെ അടുത്ത് ലെഫ്റ്റിലേക്കാണ് ചെയ്യേണ്ടത്. ഇതാണ് ഷാപ്പിലേക്ക് പോകുന്ന വഴി. നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പോൾ വണ്ടിയുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട് തന്നെയാണ് തോന്നുന്നു. തൊടി ഷോപ്പ്, കള്ളി ഷാപ്പ് മലയാളത്തിൽ. കുറച്ചിങ്ങനെ ഉള്ളോട്ടേക്ക് നടക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ രാവിലെ വന്നാലേ കിട്ടൂലൂ എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ബാവുപ്പറമ്പെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഫുഡെല്ലാം കഴിയും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഏറുന്നവർ മൊത്തം തെങ്ങും പരിപാടിയും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ഇത് ഈ ഭാഗത്ത്. അപ്പോൾ തേങ്ങ പറിക്കുന്ന ഇങ്ങനെയാണ്, അത് ഏറുന്നതല്ല. തെങ്ങിൻ്റെ വിലെല്ലാം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഏറ്റാറുണ്ടാവും. ഒരു കണ്ട വാഴത്തോട്ടം, ഇപ്പോഴത്തെ സൈഡ് വാഴത്തോട്ടം. ഇങ്ങനെ എത്തി കേട്ടോ അടുത്തേക്ക്, ഷാപ്പിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നേരെ എല്ലാവരും കൂടി ഉള്ളിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. എന്നാടാ പന്നി ദേഷ്യം പറഞ്ഞു തീർക്കാൻ വരെ പത്തലും ഇതേ ഉള്ളൂ. വെള്ളയപ്പം 10 മതി നമുക്ക്. നല്ല ഉള്ള ആംബിയൻസ് ആട്ടാ. ആളെ രീതിയിൽ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ പുറത്തെ ഔട്ടിൽ ഇങ്ങനെ ഇതാക്കിയിട്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പറഞ്ഞു എല്ലാം ഓരോന്ന് ഓർഡർ ചെയ്തോ. ഇഷ്ടം ഓർഡർ ചെയ്യും. നോ സ്മോക്കിംഗ് ആട്ടാ, കൊള്ളു പിടിക്കാം, പുക വലിയ പാടില്ല. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കപ്പ എൻ്റെ ചെമ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം എടുക്കുക വെള്ളയപ്പം വരുന്ന ഇതാരും കൊടുക്കാൻ പറ്റാ. അത് നമുക്ക് പിന്നെ മീന് മുള്ളനും നല്ലായി. അത് രണ്ടെണ്ണം എടുത്തോ. ഒരു കടുവ ഇറച്ചി പരിപാടി നേടിയുണ്ട് കേട്ടോ.
ഫുഡ് പരിപാടിയിൽ വീട് തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ് തന്നെ. സഞ്ജു റെഡി ആയിട്ടുണ്ട് സാധനം. വീണ് പറ ശരിക്കും ചങ്ങായി ഇങ്ങനെ രാവിലെ ഇരുട്ടാ ഇപ്പഴത്തോടെ പോവാ. അതിലോട്ട് പോവാനാണ്ടേ അടുക്ക് അതിലോട്ട് ഇത് കറക്കണ്ടേ ഡോറ്. കപ്പയില് ചാക്കിൽ കട്ടിട്ടുണ്ട്. കപ്പ കഴിച്ചിട്ടുണ്ട്. റീലെടുക്കുന്നുണ്ട് തങ്കു. നമുക്ക് അങ്ങോട്ടോട്ട് പറമ്പിലെടിയും പോയിരിക്കാം. അപ്പോൾ വീടിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ. 1 2 ഇങ്ങനെ നിറച്ചുകൊണ്ട് ഇല്ലടാ എടുത്തില്ല. അവിടെ ബ്ലറാക്കും. നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി റെഡിയായിട്ട് തെങ്ങിൻ്റെ കുറ്റിയാണ്. അത് നമ്മളല്ലേ കള്ളുപ്പി. വേറെ കള്ളു കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ടാക്കാൻ നോക്കുക. തെങ്ങാണ്. നമ്മൾ അങ്ങോട്ട് പോകാന്നല്ലാണ്ടില്ലേ അത് ഇങ്ങോട്ട് വരില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കൈ നമ്മൾ ആർന്ന് കഴിക്കാൻ കൊണ്ട് ദോശയല്ലേ കപ്പലല്ലോ. ഓ കഴിക്കൽ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല. ചങ്ങായി പന്നി മസ്റ്റ് ട്രൈ ചെയ്യാം. എന്നെ വാങ്ങിനി അപ്പൊ തരൂലെന്നാ. പന്നി മസ്റ്റ് ട്രൈ ചെയ്യാം. തൊണ്ടക്കുടുങ്ങി. പന്നീന്ന് പറഞ്ഞിട്ട് നിന്റെ ട്രിക്കാന്നെ നമുക്കറിയാം. ഇത്രയും നേരം പന്നീന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിച്ചത് താറാ വന്നില്ലേ മാറിപ്പോയില്ല. എന്നിട്ട് അതെടുക്കുക. ഒരു നേര് കൂട്ടാതെ കൂർക്കയാട്ടോ. നമ്മള് കൂർക്കാന്ന് പറയും, കക്കാന്ന് പറയും അല്ലെ, അങ്ങനെ എന്തെങ്കിലും പറയും. ആ മിണ്ടാടെ തൊട്ട് 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 നല്ല എരിവുണ്ട് കേട്ടോ. എരിവില്ലാന്ന് പറഞ്ഞ ജിഷ്ണു. താറാവ് എപ്പോൾ കൊട്ടായിരിക്കും ഇപ്പം അല്ലേ? താറാവിന് ഇറച്ചി ഇല്ല ശരിക്കും. അതേ സ്ഥലത്ത് താറാവിന് കൊട്ടാണ്ടാവുക. താറാവ് ഇപ്പം വെള്ളത്തിലല്ലേ, അതുകൊണ്ട് ഫുഡില്ലല്ലോ പിന്നെ ഉഷാറില്ലാത്തോണ്ട്. താറാവ് ഇവർ ഇന്ന് പിടിച്ച താറാവിന് ഉഷാറില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടിയുള്ള എല്ലാം എൻ്റെ കൂടിയുള്ള എല്ലാം ഇങ്ങനെ തന്നെ കേട്ടാ. മീൻ നോക്കിയാ കടുവ പരന്നാറ് കടുവ പര എത്രയാണെന്നറിയാം. ഇത്രയും സാധനത്തിന് വേണ്ടിയിട്ട് പൈസ ആയത് 700 റുപ്യ കേട്ടോ. ഇത്രയും സാധനത്തിന് 700 റുപ്യ. പൊതുവേ ഷാപ്പിലെ ഫുഡിന് പൈസ കുറവ് തന്നെയാണല്ലേ. ബാബുപ്പറമ്പ് നമ്മൾ എത്ര തിന്നാലും ഒരു 10 ആൾ പോയിട്ട് നമ്മൾ നിന്നിട്ട് ഒരു 200 റുപ്യ ഒരാൾക്കതിന്. വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് കണ്ണും നിറഞ്ഞ് എല്ലാം നിറഞ്ഞത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അടയിലെന്ന് വെച്ചാൽ നമ്മൾ ടേബിളിൽ പോയി ഇരുന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറുക. ഞാൻ വെച്ചാൽ അങ്ങനെ അടി കിട്ടി പോയി നേരെ അടുക്കളയിലേക്ക് കയറുന്നിട്ട് എന്നാ ഏട്ടാ ഉള്ളതെന്ന് വെച്ച്. അപ്പോൾ അവർ ആടെ ഓർഡർ കൊടുക്കുക, സാധനം എടുക്കുക, അപ്പാറിൻ്റെ പൈസ അടക്കുക. ആ എല്ലാ പരിപാടിയാണ് തന്നെ. എന്നിട്ട് സാധനം കൊടുത്തിട്ട് എല്ലാം ചെയ്യുന്നുള്ളൂ. ഗൂഗിൾ പേ, ഗൂഗിൾ ക്രോം, ATM എല്ലാം എടുക്കും. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ തെങ്ങും പറമ്പും വേറെ എവിടെ ഇങ്ങനെയല്ല അല്ലേ. അപ്പോൾ അപ്പുറത്ത് കുറച്ച് ടീം എടുത്തിട്ടുണ്ട്. അവർ നമ്മളെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് വന്ന പിള്ളേർങ്ങലായിരിക്കും. അങ്ങനെ ഇങ്ങനെയും വരുന്നവർക്കും വരാം, ഫാമിലി ആയിട്ടും വരാം, നമ്മളെപ്പോലുള്ളവർക്കും വരാം, എല്ലാവർക്കും വരാം. എല്ലാവർക്കും വരാം. നമ്മൾ കള്ള് മേടിച്ചില്ല, കുപ്പിയും വെള്ളം മേടിച്ചേ. എൻ്റെ മേരിയുന്നുണ്ട്. കുടംപുളി ഇട്ടു വച്ച നല്ല മീൻ കറിയുണ്ട്. കുടംപുളി ഇട്ട് കേട്ടോ, നല്ല പുളിയുണ്ട്, നല്ല എരിവുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൂന്തൽ, ചെമ്മീനാണ്. അത് രണ്ടുമില്ല. ഓ പറഞ്ഞു കൊടുക്കണ്ട, 30 വട്ടക്കാരൻ പറഞ്ഞു പന്നി ഇതായത്. അതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കൂർക്ക ചെയ്ത് ഇളമ്പക്ക കൂർക്ക എന്ന് പറയും. കൂർക്ക കൂട്ടി എൻ്റെ അമ്മേ നല്ല എരിവുണ്ടേ. കൂർക്കയും കൂട്ടി ഒരു പിടി, ഇന്നേക്ക് ഒരു പിടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. യുദ്ധം വേണോ ഇനി എന്തെങ്കിലും വേണോ? വേണ്ട കുടംപുളി നല്ല പൊളിയായിരിക്കുവേ. അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ആ പുളി തേച്ച് ഇത് പോയായിരിക്കും. അതിനൊരു ടേസ്റ്റാണ് എനിക്ക്. പക്ഷേങ്കിൽ പണ്ടപ്പോ ഒരു കുടംപുളി കൂട്ടിയിട്ടില്ലേ, അതെന്തോ ഒരു വേറെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് എനിക്ക് അതിന് ശേഷം കുടംപുളി ഇഷ്ടീയല്ല. ഷീലത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിൽ ചില മീനിൻ്റെ പ്രത്യേകത ഉണ്ട്. അതിൻ്റെ അങ്ങനെ ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസമായിരിക്കും. അമ്മോ
കടുവപ്പാര. എനിക്ക് ഇങ്ങനത്തെ ഇറച്ചിയുള്ള മീനുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിലക്ക് ഭയങ്കര മുള്ളുള്ള മീനായിരിക്കും ഇഷ്ടം, ചിലക്ക് കൊട്ടുള്ള ചിക്കനായിരിക്കും ഇഷ്ടം. കൊട്ടിലെ മീനാണ് ഇഷ്ടം. കൊട്ടുള്ള മീനാണ്. അത് ഇറച്ചി ഒന്നും പല്ലേ പറയണ്ടേ, കൊട്ടില്ലേ നമ്മള് ഇറച്ചി ചേച്ചി തിന്നിട്ടില്ല. തങ്കനില്ല, ബോധം പോയിട്ടുള്ളേ. എങ്ങനെ തിന്നിട്ടില്ലേ? എല്ലാത്തിനകത്തും വൈകിട്ട് ഈനകത്തിട്ട് എടുക്കും ഒരു സിനിമ എന്നിട്ട് കൈ പോയില്ലേ. രണ്ടും മുള്ളു കൈക്കൂടി കാണിച്ചാ മുള്ളു കൈക്കൂത്തിട്ട് ധൈര്യമുള്ളേ ചോര ടിഷ്യൂ വായി ഓർക്കാനല്ലേ. അപ്പൊ ഇത് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അല്ലേ, നല്ലൊരു ആംബിയൻസ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ണൂർ വരുന്നവരാണെങ്കിൽ, കണ്ണൂർ പുറത്തുള്ളവരാണെങ്കിൽ, കണ്ണൂർ വരുന്നവരാണെങ്കിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിലെല്ലാം വരുന്നതാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുക. എന്ന് വെച്ചാൽ ഇതൊരു എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. പറശ്ശിനിക്കടവ് അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവന് ഈ ഷാപ്പിൽ ഷെയർ ഒന്നും ഇല്ല കേട്ടോ. ഇവ പ്രവർശന ചെയ്യുന്നുണ്ടെങ്കിൽ പുഴക്കാർക്ക് അപ്പുറം പാലുണ്ടാടാ, പാലത്തിലൂട്ടാ മതി. ഇല്ലെങ്കിൽ ഒരു ചങ്ങാടകരാക്കിട്ട് അക്കരത്ത് ഒരു ചങ്ങാടകരാക്കിട്ട് അങ്ങനെയല്ല. പറശ്ശിനി അക്കരയാണ് പറശ്ശിനി, ഇക്കര ഷാപ്പ്. അപ്പോൾ പറശ്ശിനിക്കേക്ക് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഒന്ന് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടാക്കും. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പാണ്ടിലോട്ടൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരുവേ, അതിന് പൈസ കൊടുത്താൽ മതി. എന്തോ ഷെയറിലാണെങ്കിൽ പറയുന്നത് ഷാപ്പിൽ വരുന്നവർ വന്നാൽ കേട്ടാ, അല്ലാണ്ട് നമുക്ക് ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കല്ല് കൊണ്ട് പോകുന്നുണ്ടാ അവർ കയറിയിട്ട് ഈ തെങ്ങുമെല്ലാം കയറുന്ന കേട്ടാ. തങ്കം എന്തോ ഒരു നായ്ക്കുട്ടി വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നാളത് കഴിച്ചു. ഇത് അടുക്കള പരിപാടിയിൽ എടുത്തന്നെ കേട്ടാ, കൈ കയറിയത് അതിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇതാണ് പറശ്ശിനി ഷാപ്പ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വാങ്ങുക, അങ്ങോട്ടെല്ലാം പോയി ഇരിക്കുക, കഴിക്കുക, ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ ഈ ഷാപ്പിൽ വരുന്നതെന്ന് ഒരു നാണക്കാടൊന്നും വിചാരിക്കണ്ട കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് അല്ലേ, ഫാമിലി ആയിട്ടും വരും. അപ്പോൾ ചില ആൾക്കാർക്ക് അതെ അല്ല അങ്ങനല്ല, ചില ആൾക്കാർക്ക് നമ്മളിപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ ഒരു നമ്മൾ കാണിക്കണ്ടേ, നമ്മൾ കണിഞ്ഞു പോയോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ആളുകളെന്നല്ല. പക്ഷേ എങ്കിൽ അതൊന്നും വലിയ നാണക്കാടൊന്നും വിചാരിക്കണ്ട. സഞ്ജുവിന് എന്നാ ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു? പന്നി, കൂർക്കി. തങ്കനം പന്നീൻ്റെ ഇതാട്ടാ ബ്രാൻഡാണ്. പന്നി എനിക്ക് മീൻകറി കിട്ടലിനെയും ആ കുടംപുളീൻ്റെ ആ ഒരു ടേസ്റ്റിലും വന്നിട്ട് കിട്ടലിനെയും. അതുപോലെ തന്നെ പന്നി എനിക്ക് തന്നിട്ടില്ല. മസ്റ്ററെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കഷ്ണം തരണ്ടേ. പിന്നെ അപ്പോൾ എല്ലാം നല്ല പത്തലെല്ലാം കഴിഞ്ഞ് പോയിട്ടാണ്. കപ്പയിലുണ്ടെങ്കിൽ മീൻകറി, കപ്പയിലുണ്ടെങ്കിൽ ആ മീൻകറി കൂടി പറ്റില്ല. പക്ഷേങ്കിൽ നമ്മളെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ പറയുന്നത്, മിനിഞ്ഞാന്ന് നമ്മൾ ചപ്പാരപ്പടവ് ഷാപ്പ് പോയിട്ട് കഴിച്ച കപ്പ ബിരിയാണീൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ അത് കേട്ടാ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കെട്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ടാ. ഇത് അതിൻ്റെ മേലെ കലം വെച്ചിട്ടുണ്ട്, ഏറുന്നതിൻ്റെ കാലം അറിയാമായിരിക്കും ഏറുന്ന കാലവും കാര്യങ്ങളെല്ലാം. അപ്പോൾ കുറേ ആൾക്കാരെ ഉപജീവന മാർഗ്ഗമാണ് ഏറ്റ് എന്ന് പറയുന്നത്. പണ്ടെല്ലാം ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു, ഇപ്പം കുറേ കുറഞ്ഞു അല്ലേ. പണ്ടെല്ലാം നമ്മളെ ഇവിടെയല്ല, എൻ്റെ അങ്ങ് കടൂർ അമ്മേൻ്റെ വീട്ടിൻ്റെ അവിടെയെല്ലാം പിന്നെ ഇതുണ്ടാക്കലുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഏറൽ നേരെ രാവിലെ തരുന്നത് ഒരു മധുരക്കള്ള് തരാനുണ്ട്. രാവിലെ കയറുന്ന ഫസ്റ്റ് എഴുതെറ്റിയേട്ടാ നമുക്ക് ഇങ്ങോട്ടാ വേണ്ടേ, ഇങ്ങോട്ടാ വേണ്ടേ. പോയേക്കാ നീന്താരാ പോന്ന് പറശ്ശിക്കേക്ക് മസ്റ്ററായി പന്നി കൂട്ടിട്ട് തരിപ്പായി തോന്നിട്ടാ. വെളിപ്പ് പറയാനായിക്കോ. തേങ്ങ പറിച്ചിട്ടിട്ടുണ്ട്. തലക്ക് വേണ്ടി നോക്കണേ. തങ്ക നടന്നോ തങ്കോ തേങ്ങ പറിക്കുന്നതിന്റെ മേലേന്ന് നോക്ക്. ആ അപ്പോൾ നമ്മൾ കൊണ്ട് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊണ്ട് ഇളന്നിറളം മാട്ടാൻ വേണ്ടി പോകേണ്ടി വരും. ആ അല്ല ഞാൻ പോകില്ല കേട്ടാ. അല്ല നമ്മൾ പോകില്ല, ഇവർ രണ്ടാളാണ് പാവൻ്റെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് വരൂ. തങ്ങനെ വളർന്നൊരു മാട്ടാൻ പോകില്ല, കൂട്ടലില്ല. എന്നാ അറിയാം, കൂട്ടലില്ല. പറിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കും. വീട്ടിൽ പോയപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് കൂട്ടലില്ല. അപ്പോൾ ഇത് പറശ്ശിനി പുഴയാണ് അക്കരക്ക്. നമ്മളൊന്ന് അതും കൂടി കണ്ടാക്കാൻ വെച്ചാണ്. അതെ, അത് പറശ്ശിനിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരു റോഡിന്റെ ഓപ്പോസിറ്റ് എന്നെല്ലാം പറയാ. ഒരു പുഴ അക്കരക്കുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആള് വരുവാ പറയാ. നീന്തിട്ടാ അല്ല നമ്മള് ചോദിച്ചേ. കണ്ടിട്ടില്ല വേണ്ടേ ഷാപ്പിൽ
ചങ്ങാടാക്കോ വേണ്ട വരുന്നവര് ഒക്കെ ഇറക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടാ ചങ്ങാട. ചങ്ങാട ആക്കര പോയാലോ? എനക്കറിയാം. അപ്പോൾ പറശ്ശിനി പാലാണ് കേട്ടോ ഇത്. പറശ്ശിനി പാലത്തിന്റെ അണ്ടറിലെത്തിയിട്ടുണ്ട് നമ്മള്. അടിയിൽ ബോട്ട് പോകുന്നുണ്ടോ? ബോട്ട് ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. അവര് കേക്കണം ഇത്. അപ്പൊ ഇതാണ് പറശ്ശിനി അമ്പലം കണ്ട. ആ പറശ്ശിനിക്ക് വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തില് വരാൻ നേരെ പറശ്ശിനി അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടാ. കുറച്ച് നടന്നാ മതി. ഓപ്പോസിറ്റ് അത് കുറച്ചങ്ങോട്ടേ കയറുന്നത്. തങ്ക എന്നാണ് ഇപ്പോഴും പറയുന്നു. ഇപ്പോഴും ഇവര് പറഞ്ഞു കൊടുക്കുന്നത് ഒരു റോഡിന്റെ ഓപ്പോസിറ്റ്, ഒരു ഷോപ്പിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേക്കാം. പറശ്ശിനി അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആട്ടാ. വന്നാ മതി. പക്ഷെ ചെറിയൊരു നീന്തിട്ട് ഇത് കടന്നിട്ട് ഇവിടെ കയറിയപ്പാട് ഡ്രസ്സിനാ നിൽക്കണ്ട. ഇവിടെ ചെറിയ സ്ഥലം കൂടി നീന്താൻ. ഇവനോടൊന്ന് നോക്കി ഇങ്ങോട്ട് നോക്കിയാ. ഇതാണ് അനുജിത്ത് പാവനോട്ട. പാവനോട്ട മയില് ഭാഗത്തുണ്ട്. ആരെങ്കിലും വഴി ചോദിച്ചേക്കറ്. അങ്ങനെ എവിടെയെങ്കിലും പോവാൻ വഴി ചോദിച്ചേക്കറ്. ഇങ്ങനെയാ പറഞ്ഞുതരും. പാലം പിന്നെ എന്തിനു വെച്ചിട്ട് കടക്കാനല്ലേ? അതന്നെ പറശ്ശിനി അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പറശ്ശിനി അമ്പലം. അത് നേരെ ഓപ്പോസിറ്റ്. ഇത് എങ്ങനെ വരുവാ? അതും കൂടി പറയണ്ടേനാ. പോയ നീ ആള് വരുവാ. വേണ്ടാ ഹൗസ് ബോട്ട് ഉണ്ട്. അതിലെത്തി. അപ്പോ കുറച്ച് വന്നിട്ടുണ്ട്. എന്തോ ചെറിയ തെറ്റാന്ന് തോന്നിയിട്ടുണ്ട്. വലിയ തെറ്റല്ല, ചെറിയ തെറ്റാ എന്തോ പറയല്. അപ്പൊ പാലത്തിന്റെ അടിയിൽ വെള്ളം, പുഴ, ഇതെല്ലാം ഏറുന്ന സ്ഥലം. വൈകുന്നേരം വന്നല്ലേ അവര് ലൈവായിട്ട് തരും. ലൈവായിട്ട് തരും അവര്. നമ്മളവിടെ വെള്ളം കയറൂലേ? വെള്ളം കയറുമ്പോ നമ്മള് ചങ്ങാടാക്കലുണ്ട്. മുങ്ങിപ്പോവും. പക്ഷെ അതാണ് നമ്മളെ ചങ്ങാടത്തിന്റെ പ്രത്യേകത. ഇത് അമ്പായങ്ങ മരം അല്ല, ബദത്തിന്റെ മരം ചെയ്തിട്ടാ. പണ്ട് സ്കൂളം പൂട്ടുന്ന സമയത്ത് ബദം, ഡിസംബർ മാസമാകും അല്ലേ, ബദം വീണിട്ട് നമ്മള് മുട്ടി തിന്നും ബദം. അപ്പൊ നമ്മള് പറശ്ശിനി പാലം അതിന്റെ അടിയിലിടെ ഒരു ഇതുണ്ട്, ഇരിക്കേണ്ട ഒരു സ്ഥലം. അവിടെ വന്ന് നമ്മൾ ഇരുന്നിട്ടല്ലേ കുറച്ചു നേരം. അപ്പോൾ നമ്മൾ ഈ കള്ള് ഷാപ്പ് എന്നെല്ലാം പറയുമ്പം, കള്ള് എന്നെല്ലാം പറയുമ്പം പണ്ട് ഭയങ്കര ഒരു മോശം പോലെയും എല്ലാവരും ഇങ്ങനെ പറയല്. ഇപ്പം കള്ള് കുടിച്ചവർ ചീത്ത പറയും അങ്ങനെ ഇങ്ങനെ. പണ്ട് അതല്ലേ ഉള്ളൂ, മദ്യമില്ലല്ലോ, ഈ കള്ളല്ലേ ഉള്ളൂ. അപ്പോൾ കള്ള് കുടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നതും കലമ്പ് ചെയ്യുന്നതെല്ലാം നമ്മളിങ്ങനെ കാണാനുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഇപ്പം പക്ഷേങ്കിൽ അതെല്ലാം പോയി. ഇപ്പോൾ എല്ലാവരും കള്ള് ഷാപ്പ് പോകുന്നുണ്ട്. നമ്മൾ കൂടുതലും കള്ള് ഷാപ്പിൽ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. നമ്മൾ മാക്സിമം, ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ചപ്പാരപ്പടവ് ഷാപ്പ് പോയതിൻ്റെ. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, നമ്മളെ കണ്ണൂർ ജില്ലയിൽ അടുത്തുള്ള നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന കുറച്ച് ഷാപ്പുകളെ വീഡിയോ ചെയ്യുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റീലും കൂടി എടുക്കാനാണ് ഇന്ന് വന്നത് എടുത്തേക്ക്. അപ്പോൾ ആ കൂട്ടത്തിലൊരു വ്ളോഗും കൂടി എടുത്താൽ കാണുന്നവർക്ക്, നമ്മളെ യൂട്യൂബിൽ കാണുന്നവർക്ക് കാണാമല്ലോ വെച്ചിട്ട് അങ്ങനെ എടുത്തിയാണ്. അപ്പോൾ പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാടെയെല്ലാം ഏറ്റുണ്ട് കേട്ടോ, ഏറലുണ്ട് ഇങ്ങനെ തെങ്ങിൻ്റെ. ഇപ്പം കള്ള് കിട്ടുന്നില്ലായിരുന്നു. ദിനേശേട്ടൻ മാത്രമേ ഇപ്പോൾ ആകെ ഏറുന്നുള്ളൂ നമ്മുടെ ഭാഗത്ത്. അപ്പോൾ കള്ള് കിട്ടുന്നില്ല തോന്നുന്നു. അപ്പോൾ തെങ്ങിൻ്റെ എല്ലാം ഇതുകൊണ്ടായിരിക്കും നല്ല കള്ള് കിട്ടാത്തുണ്ട്. അപ്പോൾ പണ്ട് എൻ്റെ കടൂരെ അങ്ങേ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൻ്റെ അവിടെ ഫ്രണ്ടിൽ കുറച്ച് തെങ്ങുണ്ട്. അപ്പോൾ ആ തെങ്ങിൽ ഒരാൾ വന്നിട്ട് ഏറലുണ്ട്. അപ്പോൾ ഏറുമ്പം രാവിലെ ഏറുന്ന കല്ല് മധുരക്കല്ല് എന്നാണ് പറയാം. അപ്പോൾ ആ മധുരക്കല്ല് എന്തോ ക്ലാസ്സിലിരുന്നാണ് ഇരുന്നിട്ട് കേൾക്കുന്നില്ല എല്ലാവരും. തങ്കു ഓർമ്മിച്ചോക്ക് ഉറങ്ങുന്നുണ്ട്. അല്ല അങ്ങനെയല്ല. അപ്പോ മധുരക്കള്ള് രാവിലെ തന്നെ ഇരുന്ന കള്ളു മധുരക്കള്ള്. അത് നല്ല മട്ടല്ല, മട്ടെന്നാന്നറിയാ. മട്ട് ദോശക്ക് വെക്കുന്ന മട്ടെന്ന് വെച്ച് കഥയും ബോധമില്ലാണ്ട് നടക്കുമ്പോ അങ്ങനെ പറയാം. വെച്ചാൽ ഈ മട്ട് എന്ന് പറയുന്നത് ഈ കള്ളിന്റെ ലാസ്റ്റത്തേതാണെന്ന് തോന്നുന്നു. മട്ട് അടിയിൽ ഈ കള്ള് എടുത്തു വെക്കൂലേ, അതിന്റെ അടിയിലത്തെ സാധനമാണ് മട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് നല്ല തരിപ്പായിക്കും തോന്നും. അതാണ് ഈ ദോശക്ക് കൂട്ടുന്നത് മട്ടാണ്. അപ്പോൾ അത് കുടിച്ചാൽ ചിലപ്പോൾ തരിപ്പാവുമായിരിക്കും. ഈ മധുരക്കള്ള് ഞാൻ കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. ഇത് മധുരക്കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, കുട്ടിക്കെല്ലാം കൊടുത്താൽ നല്ലതാണെന്നല്ല ഇങ്ങനെ പറയുന്നേക്കാം. ഇളനീരിൻ്റെ വെള്ളം പോലെ തന്നെ നമ്മൾ പ്രകൃതിയിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കൃത്രിമമായിട്ട് എന്തെങ്കിലും ചേർക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കള്ളെല്ലാം പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണൊന്നും കൃത്രിമമായിട്ടുള്ളതല്ല. തെങ്ങായാലും ചേർക്കുന്നുണ്ട്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ചേർക്കുമ്പോഴാണ് അത് കൃത്രിമാകുന്നതെന്ന് പറയാം. അപ്പോൾ കള്ള് ഷാപ്പിനെ കുറിച്ചിട്ടുള്ള പ്രബന്ധം, കള്ള് ഷാപ്പിലെ തള്ളു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. ഒരുപാട് സമയമുണ്ടോ ഒന്നും അറിയില്ല. കട്ട് ചെയ്തിട്ട് മാക്സിമം ചുരുക്കിയിട്ട് ഇടാം.
അപ്പോൾ നമ്മളിവിടുന്ന് പോയിന്ന്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്ന ഒരു കള്ള് ഷാപ്പ് വ്ളോഗ്. നമ്മൾ നല്ല നല്ല ഇതുപോലെ നമ്മളെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. നമ്മളെല്ലാവരും ഇനിയിപ്പോൾ സഞ്ജു ഇപ്പം പോവും, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സ്പ്ലിറ്റായി പോകുമ്പം കുറേ കഴിഞ്ഞാലേ ചിലപ്പോൾ ഇനി എല്ലാവരും നമ്മളെ ഒരുമിച്ചിട്ട് ഇതേപോലെയെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, ഇഷ്ടമായില്ലെങ്കിലും സ്നേഹം മാത്രം. ബൈ.